പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായി ഞാനൊരു 7, 8 ഉണക്കമുളക് നന്നായി വറക്കുന്നുണ്ട്. വറുത്തെടുത്ത ശേഷം ഞാനതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയുള്ളിയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയുള്ളി ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്ത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് പുളി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു 2 അടി അടിച്ചിട്ട് എടുക്കാം. നന്നായി അടിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിലേക്ക് തേങ്ങ കൂടി ഇടാം. ഞാനൊരു 2.5 കൈപ്പിടീൻ്റെ അടുക്ക് ഇട്ടിട്ടുണ്ടാവും തേങ്ങ. പിന്നെ കുറച്ച് കരിയാമ്പല കൂടി ഇട്ട് ഒന്നടിച്ചെടുക്കാം. നമ്മളെ ചമ്മന്തി റെഡിയായി. ഞാനതൊരു വാഴയിലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ആർഭാടത്തിന് തേങ്ങ കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. അതും നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു പച്ചപ്പയർ കറി കൂടി വെക്കാൻ വിചാരിച്ച് അങ്ങനെ കുറച്ച് പച്ചപ്പയർ ഇട്ട് അതിലേക്ക് ഒരു ഉള്ളി മുറിച്ചതും ഒരു തക്കാളി മുറിച്ചതും 4 പച്ചമുളക് മുറിച്ചതും ആവശ്യത്തിന് ഉപ്പും പിന്നെ വേവാനനുസരിച്ച് കുറച്ച് വെള്ളവും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെക്കാം. ഞാനൊരു 12 വിസിലെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഈ പച്ചപ്പയർ വേവുന്നേ ഉണ്ടായിട്ട് അതുകൊണ്ട് ഞാൻ 12 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം കാറ്റെല്ലാം കളഞ്ഞ ശേഷം പച്ചപ്പയർ എടുത്ത് നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ തിളപ്പിക്കാൻ വെക്കാം. പിന്നെ ഒരു കൈപ്പിടീൻ്റെ അടുക്ക തേങ്ങാക്കൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിളക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കലം പോരാനുള്ള എണ്ണ റെഡിയാക്കാം. ഒരു പാത്രം ചൂടാവാൻ വെക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് 1.5 ടീസ്പൂൺ എടുക്കുക കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ കുത്തിവെച്ച വെളുത്തുള്ളി ഇല്ലേ അത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കരിയാമ്പല കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കാഞ്ഞ് വരുമ്പോൾ തീ ഓഫാക്കാം. ഇത് നമുക്ക് പച്ചപ്പയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. തിളച്ച് വരുമ്പോൾ തീ ഓഫാക്കി കൊടുക്കാം. നമ്മളിവിടെ പച്ചപ്പയർ കറി റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് ചോറും കുറച്ച് ചമ്മന്തിയും കുറച്ച് അച്ചാറും പിന്നെ കുറച്ച് കാക്കൻ്റെയും ചക്കക്കുരുവിൻ്റെയും കറിയും പിന്നെ നമുക്കിതിലേക്ക് പച്ചപ്പയർ വെള്ളമില്ലേ ആ വെള്ളവും ഇത്ര കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. ഇങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോൾ ആണ് ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്ക്. താങ്ക് യു.